അപ്പോൾ ജൂൾസ് ലോ പഠിച്ചതിന് ശേഷം ഈ ചാപ്റ്ററിൽ ഇതിന്റെ പ്രോബ്ലം സെക്ഷനാണ് എച്ച് കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചോദിക്കും. അഥവാ എച്ചിന്റെ 4 ഇക്വേഷൻ ഉണ്ട്. എച്ച് സീക്കൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് സീക്കൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് സീക്കൽ ടു വി ഐ ടി, അതേപോലെ തന്നെ പവർ റിലേറ്റ് ചെയ്തുകൊണ്ട് എച്ച് സീക്കൽ ടു പി ടി. ഈ 4 ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, എക്സാമിന് ചോദിക്കും. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആക്കി പോവാം. ടെക്സ്റ്റ് ബുക്കിലത്തെ പ്രോബ്ലം അതേപോലെ തന്നെ നമ്മളെ ലെറ്റസ്റ്റ് ആക്സസ് വിലയിരുത്താമുള്ള പ്രോബ്ലംസും ക്ലിയർ ആക്കി പോവാം. പിന്നെ എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 സെറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് SCRT ഇറക്കിയ. ആ 3 സെറ്റ് ക്വസ്റ്റ്യൻസിലും ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ചെയ്തു പോവാം. അതൊക്കെയാണ് നമുക്കുള്ള ആകെയുള്ള ഒരു മോഡൽ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എക്സാമിന് വരിക. അപ്പോൾ അതിലെ പ്രോബ്ലംസ് മുഴുവനായിട്ടും എഴുതി പഠിച്ച് തന്നെ പോകണം. നമ്മൾ ജസ്റ്റ് നോക്കി പോയത്, കാരണം നമുക്ക് ചില പോയിന്റ് എത്തുമ്പോൾ സ്റ്റക്കാവും. അപ്പോൾ അത് കറക്റ്റ് ആക്കി വെക്കുക. അതേപോലെ തന്നെ അതിലൊരു കഴിഞ്ഞ വർഷങ്ങളിലെ ടോപ്പിക്കാണ് 1 കലോറി എന്ന് പറയുന്നത്. 1 കലോറി ഈക്വൽ ടു 4.2 ജൂളാണ്. അപ്പം അതും കൂടി ജസ്റ്റ് ഓർത്ത് വെക്കുക, ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ പവറിന്റെ സെക്ഷനാണ്. പവറിന്റെ 5 ഇക്വേഷൻ ഉണ്ട്. പി സിക്കൽ ടു ഡബ്ല്യു ബൈ ടി, പി സിക്കൽ ടു എച്ച് ബൈ ടി, പി സിക്കൽ ടു ഐ സ്ക്വയർ ആർ, പി സിക്കൽ ടു വി സ്ക്വയർ ബൈ ആർ, പി സിക്കൽ ടു വി ഐ അല്ലെങ്കിൽ ഐ വി. ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പൊ പവർ ആ ഇക്വേഷൻസ് വെച്ചുള്ള എല്ലാ പവറിന്റെ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. ഈ സെയിം കാര്യം തന്നെ ലെറ്റസ്റ്റ് ആക്സസിന്റെ പ്രോബ്ലംസ് ചെക്ക് ചെയ്യുക, SCRT ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രോബ്ലംസ് ചെക്ക് ചെയ്യുക. ഇതാണ് പവറിൽ ചോദിക്കുക. പിന്നീട് ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, അഥവാ 99% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോബ്ലം ആണ് വാട്ട് അവർ മീറ്ററിന്റെ പ്രോബ്ലം, അഥവാ കറണ്ട് ബില്ല് കാണാനുള്ള പ്രോബ്ലം. കിലോ വാട്ട് അവർ മീറ്റർ KWHന്റെ ഇക്വേഷൻ പഠിച്ചു. KWH എനർജി ഇൻ KWH ഇസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻറ്റു ടൈം ഇൻ ഹവർ ബൈ 1000. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ടൈം നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ ഒരു കേസിൽ ടൈം ഹവറിൽ തന്നെയാണ് എടുക്കേണ്ടത്. ഹവറിൽ തരികയാണെങ്കിൽ ഹവറിൽ തന്നെ എടുക്കുക. ഇനി സെക്കൻഡിലോ മിനിറ്റിലോ തരികയാണെങ്കിൽ അതിനെ ഹവറിലേക്ക് കൺവേർട്ട് ചെയ്യുക. വാട്ട് ഹവർ മീറ്റർ ആണ്. ടൈം ടേക്കൻ ചെയ്യേണ്ടത് ഹവറിലാണ്, ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള ടെക്സ്ച്വൽ പ്രോബ്ലംസ് മുഴുവനായിട്ടും ക്ലിയർ ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മളെ ക്രിസ്മസ് എക്സാമിന് വന്ന പ്രോബ്ലം, ആ ഒരു പ്രോബ്ലം എല്ലാം ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രോബ്ലം ഒന്നും കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. ക്രിസ്മസ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ പ്രശ്നമല്ല, അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും എററൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ കിലോ വാട്ട് അവർ മീറ്റർ ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്.